السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനവും ആദരവുകളും നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, കൂടപ്പുറപ്പുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നതും കേൾക്കുന്നതുമെല്ലാം അല്ലാഹു സാലിഹായ ഒരു സൽക്രമമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിൽ ആരെങ്കിലും മരിക്കുമല്ലോ. ഈ കൂട്ടത്തിലുള്ള ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ, ഈ പ്രസംഗിക്കുന്ന ഞാനെങ്ങാനും ഇവിടെ കടന്നു മരിച്ചാൽ, എന്റെ ജനാസ നിങ്ങൾ എന്റെ നാട്ടിലേക്ക് ചുമന്നു കൊണ്ടുപോകും. എന്റെ നാട്ടിലെ പള്ളിക്കകത്ത് നിന്ന് വിളിച്ചു പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ മരിച്ചെന്ന വിവരം വിളിച്ചു പറയുമല്ലോ. അങ്ങനെ വിളിച്ചു പറയുന്ന ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരാനുണ്ടല്ലോ. ഞാൻ മരിച്ചെന്ന വിവരം വിളിച്ചു പറയുകയാ. അവിടുന്ന് എല്ലാവരും എന്റെ വീട്ടിലേക്ക് കടന്നു വരുമല്ലോ. എന്റെ നാട്ടുകാര്, കൂട്ടുകാര്, കുടുംബക്കാര്, കൂടപ്പറപ്പുകൾ എല്ലാവരും ഒരുമിച്ച് കൂടുകയാ. അവിടുന്ന് എന്റെ വീടിന്റെ മുറ്റത്ത് താർപ്പ വലിച്ചു കെട്ടുമല്ലോ. അവിടുന്ന് എല്ലാവരും എന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ. അവിടുന്ന് എന്റെ ജനാസ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമല്ലോ. അവിടുന്ന് എല്ലാവരും വല്ലാത്ത സങ്കടത്തില, അവിടുന്ന് എല്ലാവരും വല്ലാത്ത വിഷമത്തില. അവിടുന്ന് എന്റെ ഉമ്മ തളർന്നു വീഴുകയാ, ബാപ്പ തളരുകയാ, കൂടപ്പറപ്പുകളെല്ലാവരും വല്ലാത്ത സങ്കടത്തില. അവിടുന്ന് എന്റെ ജനാസ എന്റെ വീടിനകത്ത് കൊണ്ടുപോവുകയാ. മൂന്ന് കഷ്ണത്തുണിയുടെ മുകളിൽ എന്റെ ജനാസ മലർത്തി കിടത്തുമല്ലോ. അവിടുന്ന് ആരോ ചോദിച്ചു, പഞ്ഞി എവിടെ? മൂക്കിന്റെ ദ്വാരത്ത് പഞ്ഞി വെക്കണമല്ലോ. പഞ്ഞി എവിടെ? മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടക്കുന്നേ. കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ. പുരക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പേ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. മൂക്കിന്റെ ദ്വാരത്ത് പഞ്ഞി വെക്കുമല്ലോ. അവിടുന്ന് ആരോ പറഞ്ഞു, കാണേണ്ടവരൊക്കെ കണ്ടോ. അവിടുന്ന് എല്ലാവരും എന്റെ ജനാസ കാണുമല്ലോ. അവിടുന്ന് എന്റെ ജനാസ കൊണ്ടുപോയി കുളിപ്പിച്ച് കഫം ചെയ്ത് എന്റെ ജനാസ കൊണ്ടുവെക്കുകയാ. അവിടുന്ന് ആരോ പറഞ്ഞു, കണ്ടതൊക്കെ മതി നീ പൊതിയുകയാ. അവിടുന്ന് എല്ലാവരും എന്റെ ജനാസ കാണുമല്ലോ. അവിടുന്ന് എല്ലാവരും എന്റെ ജനാസ കാണുകയാ. അവിടുന്ന് എന്റെ ജനാസ പൊതിഞ്ഞു. എന്റെ നാട്ടിലെ പള്ളിക്കകത്ത് നിന്ന് 6 കാലുള്ള മയ്യത്തുകട്ടിലെന്ന് പറയുന്ന വാഹനമുണ്ടല്ലോ. ഏത് പണക്കാരനും ഏത് പാവപ്പെട്ടവനും, ഏത് പണക്കാരന്റെ വീട്ടിലും ഏത് പാവപ്പെട്ടവന്റെ വീട്ടിലും കടന്നു വരുന്ന ഒരേ ഒരൊറ്റ വാഹനമുള്ളൂ. ഇൻഷുറൻസ് വേണ്ട, പെറ്റിയില്ല, ലൈസൻസ് വേണ്ട, ഡ്രൈവർ ഇല്ല, അങ്ങനത്തെ ഒരേ ഒരൊറ്റ വാഹനമാ. അവിടുന്ന് എന്റെ വീടിന്റെ മുന്നിലേക്ക് 6 കാലുള്ള മയ്യത്തുകട്ടിലെന്ന് പറയുന്ന വാഹനമുണ്ടല്ലോ. എന്റെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് വെക്കുകയാ. അതിലേക്ക് എന്റെ ജനാസ കൊണ്ടുപോയി വെക്കുകയാ. അതിലേക്ക് എന്റെ ജനാസ കൊണ്ടുപോയി കിടത്തുകയാ. പള്ളിയിൽ നിന്ന് ഉസ്താദുമാര് കടന്നു വന്നു. അവിടുന്ന് എനിക്ക് വേണ്ടി ദുആ ചെയ്തു. അവിടുന്ന് എന്റെ ജനാസ 6 പേര് ചുമന്നിട്ട് എന്റെ ജനാസ ഉയർത്തുകയാ. ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയമപ്പയാ. മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയമപ്പയാ. ഏത് കരയാത്തവരും കരഞ്ഞു പോകുമല്ലോ. ഏത് കരയാത്ത മനുഷ്യനും കരഞ്ഞു പോകുമല്ലോ. അവിടുന്ന് എന്റെ ജനാസ എടുത്ത് എന്റെ നാട്ടിലെ പള്ളിക്കകത്ത് കൊണ്ടുപോവുകയാ. അവിടുന്ന് എല്ലാവരും പള്ളിയിലേക്ക് കടന്നു വരുമല്ലോ. എടുത്തു പള്ളിക്കകത്ത് കൊണ്ടുപോയി വെച്ചു. അവിടുന്ന് ഉസ്താദ് കടന്നു വന്നു. അവിടുന്ന് മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാ. 4 തക്ബീറുകൾ മുഴകിയിട്ട് എന്റെ മയ്യത്തങ്ങ് നിസ്കരിക്കുകയാ. അവിടുന്ന് ഉസ്താദ് ചോദിച്ചു, ആർക്കെങ്കിലും ജനാസ കാണാനുണ്ടോ? കാണേണ്ടവരൊക്കെ കണ്ടോ? അവിടുന്ന് കാണേണ്ടവർക്ക് എന്റെ ജനാസ കാണിച്ചു കൊടുക്കുകയാ. അവിടുന്ന് എടുത്തു, സുബ്ഹാനല്ലാഹ്, അവിടുന്ന് എന്റെ മയ്യത്തെടുക്കുകയാ. എവിടേക്കെന്നറിയുമോ? ഒരേ ഒരൊറ്റക്ക് കിടക്കുന്ന ഒരേ ഒരൊറ്റ സ്ഥലമുള്ളൂ. ഞാനും നിങ്ങളും ഒറ്റക്ക് കിടക്കുന്ന ഒരേ ഒരൊറ്റ സ്ഥലമുള്ളൂ. അത് ഖബറ. ആ പള്ളിക്കാട്ടിലേക്ക് എന്റെ ജനാസ കൊണ്ടുപോകുമല്ലോ. ആ കാണുന്ന കാട് പിടിച്ച പള്ളിക്കാട്ടിലേക്ക് എന്റെ ജനാസ കൊണ്ടുപോവുകയാ. അവിടുന്ന് അല്പം പേര് പിരിഞ്ഞു പോവുകയാ. ന്യൂനപക്ഷം പേർ, അല്പം പേർ എന്റെ ജനാസക്ക് പുറകിലൂടെ പള്ളിക്കാട്ടിലേക്ക് കടന്നു വരുമല്ലോ.
അവിടുന്ന് ആ ഖബറിലേക്ക് എന്റെ ജനാസ ഇറക്കി വെക്കുകയാ. അവിടുന്ന് പലകകൾ നിരത്തി, മണ്ണിട്ട് മൂടി, ചെടി നട്ടു, വെള്ളമൊഴിച്ചു. അവിടുന്ന് പള്ളിയിൽ നിന്ന് ഉസ്താദ് കടന്നു വന്നു. എനിക്ക് വേണ്ടി ഒരുപാട് ദിക്റുകൾ ചൊല്ലി, എനിക്ക് വേണ്ടി അവിടുന്ന് ദുആ ചെയ്തു. അവിടുന്ന് അല്പം പേര് പിരിഞ്ഞു പോവുകയാ. ന്യൂനപക്ഷം എന്റെ കുടുംബക്കാർ എനിക്ക് വേണ്ടി വീണ്ടും അവിടെ നിന്ന് ദുആ ചെയ്യുമല്ലോ. അവരും അല്പസമയം കഴിയുമ്പോൾ, അല്പസമയം കടന്നുപോയാൽ അവരും പിരിഞ്ഞു പോകുമല്ലോ. അവരും പിരിഞ്ഞു പോവുകയാ. അവരും സലാം പറയുകയാ, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ മഅസ്സലാമാ. എല്ലാവരും സലാം പറഞ്ഞ് പിരിഞ്ഞു പോവുകയാ. എല്ലാവരും സലാം പറഞ്ഞ് പിരിഞ്ഞു പോവുകയാ. ഇനി ഞാൻ ഒറ്റക്ക ആ ഖബറിൽ കടക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. രണ്ട് മലക്കുകൾ കടന്നു വരും. ഉടനെ നമ്മോട് ചോദ്യം ചോദിക്കും. ഇൻഷാ അല്ലാഹ് സമയപരിമിതി കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വഹറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.